അധ്യയനവർഷമൊക്കെ ആരംഭിച്ചിട്ട് ഒരു മാസം ആകാൻ പോവാണ് കേട്ടോ. പക്ഷേ അപൂർവമായ ഒരു പ്രവേശനോത്സവത്തിനാണ് മലക്കപ്പാറ ഗവൺമെന്റ് യു പി സ്കൂൾ സാക്ഷ്യം വഹിച്ചത്. അക്ഷരങ്ങളുടെ വെളിച്ചം തേടിയാണ് അവർ 5 പേരും സ്കൂളിലേക്ക് നടന്നെത്തിയത്. അവരെ സ്വീകരിച്ചതും പഠിപ്പിക്കുന്നതും ഒക്കെ അധ്യാപകർക്കും മറക്കാനാവാത്ത അനുഭവമാകുകയാണ്. അപ്പോൾ എന്താ സംഭവമെന്ന് നമുക്ക് കണ്ടുവരാം. കാടും മലയും കാട്ടാറും കടന്ന് മുന്നോട്ടവർ ചുവടുവെക്കുന്നത് ഇതാദ്യമല്ല. എന്നാൽ ഈ നടത്തത്തിന് പിന്നിൽ വിദ്യാലയം എന്ന ലക്ഷ്യം മാത്രമായിരുന്നു. ഒരുമിച്ച് കൈകോർത്ത് സഞ്ചരിച്ച് അവരെത്തിയ വലിയ കെട്ടിടം ചൂണ്ടിക്കാട്ടി സുധ പറഞ്ഞു, ഇതാണ് സ്കൂൾ. പ്രായത്തിൽ ഇളയവരായ നിമിലയുടെയും ബൗത്രയുടെയും അജിത്തിന്റെയും പവിത്രയുടെയും കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ആദ്യമായി വിദ്യാലയമുറ്റത്തെത്തിയ ആ കുരുന്നുകളോട് സംസാരിച്ച അധ്യാപിക ബ്യൂല കാര്യം പറഞ്ഞപ്പോൾ അവരെ നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ചു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 5 മക്കള് സ്കൂൾ അന്വേഷിച്ച് ഇവിടെ എത്തുമ്പോൾ ശരിക്കും നമുക്ക് കരച്ചിലും വിഷമവും സന്തോഷവും എന്തൊക്കെയോ ഒരു ഫീലിംഗ് വന്നു പോയി. അപ്പോൾ പിന്നെ കുട്ടികളെ റിസീവ് ചെയ്ത് ക്ലാസ് റൂമിൽ ഇരുത്തി പിന്നെ ക്ലാപ്പൊക്കെ ചെയ്ത് പിന്നെ അപ്പം തന്നെ ഹെൽത്തിൽ നിന്ന് ആൾക്കാർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെ കൊണ്ട് സ്വീറ്റൊക്കെ മേടിപ്പിച്ച് പിള്ളേർക്ക് റിസീവിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ ശരിക്കും മറ്റേ ഒരു സെക്കൻഡ് പ്രവേശനോത്സവം തന്നെ നടത്താൻ കഴിഞ്ഞു കുട്ടികൾക്ക് വേണ്ടി. ഉടുത്തൊരുങ്ങി വരാൻ നല്ലൊരു വസ്ത്രമില്ലാതിരുന്ന നഗ്നപാതരായി നടന്നെത്തിയ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളോ ബാഗോ ഉണ്ടായിരുന്നില്ല. 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയെങ്കിലും പാതി വഴിയിൽ പഠനം നിലച്ച കൂട്ടത്തിലെ മൂത്തവൾ സുധയാണ് മറ്റ് 4 പേരെയും വഴി നയിച്ചത്. ആദിവാസികളായ മാതാപിതാക്കൾ ജോലിക്ക് പോയാൽ വീടുകളിൽ കുട്ടികൾ തനിച്ചാണ്. അക്ഷരാഭ്യാസത്തിന്റെ രുചിയറിഞ്ഞ സുധ ബന്ധുക്കൾ കൂടിയായ മറ്റ് 4 പേർക്കും പ്രചോദനമാവുകയായിരുന്നു. എൻ്റെ 22 ഇയേഴ്സ് എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അനുഭവം കിട്ടുന്നത്. കുട്ടികൾ തന്നെ സ്കൂളിലേക്ക് കയറി വന്ന് ഞാൻ ഇന്ന ക്ലാസ്സിൽ അഡ്മിഷൻ വേണം എന്ന് ചോദിക്കുന്നതൊക്കെ ദിസ് ഈസ് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. കഴിഞ്ഞ 16-ന് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയ അവർ 3.5 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് 10 മണിയോടെ വിദ്യാലയത്തിലെത്തിയത്. തനിച്ച് പുറത്തുവിടാൻ മടിക്കുന്ന അമ്മയോട് പലവട്ടം കെഞ്ചി ചോദിച്ച ശേഷമാണ് സ്കൂളിലേക്ക് പോകാൻ അനുവാദം ലഭിച്ചതെന്ന് സുധ പറയുന്നു. ഗോത്രഭാഷ മാത്രം സംസാരിക്കുന്ന മറ്റു കുട്ടികളുടെ കാര്യങ്ങൾ അധ്യാപകർക്കായി പരിചയപ്പെടുത്തിയതും ഈ 7 വയസ്സുകാരിയാണ്. മലക്കപ്പാറ അരേക്കാപ്പ് ഉന്നതിയിലെ ദിലീപ് സുനിത ദമ്പതികളുടെ മകളാണ് സുധ. മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് ഇവരടക്കമുള്ളവരെ ചാലക്കുടിക്കടുത്ത് മാരാങ്കോടേക്ക് നേരത്തെ മാറ്റി പാർപ്പിച്ചിരുന്നു. എന്നാൽ വനത്തിൽ നിന്നും പുറലോകത്തെത്തിയ അവർക്ക് പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനായില്ല. അങ്ങനെയാണ് 5 കുരുന്നുകളുടെ കുടുംബങ്ങൾ തിരികെ മലക്കപ്പാറയിലേക്ക് കാട് കയറുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.